സ്മൃതി, ജി സുധാകരൻ ഈ KPCC സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ചില സൈബർ ഇടങ്ങളിലുണ്ടായ വിമർശനത്തെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് നേരിട്ടത്. അദ്ദേഹം പറയുന്നത് അത് രാഷ്ട്രീയമായ പിതൃശൂന്യതയാണ് എന്നാണ്, പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് ആണ് എന്നാണ്. സൈബർ പോരാളികൾ എന്നൊരു വിഭാഗം പാർട്ടിയിലില്ല, പാർട്ടിയുടെ ഘടകമേ അല്ല എന്നാണ് പറയുന്നത്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഏറെ കൗതുകകരമായ കാര്യം, ജില്ലയിലെ എല്ലാ മുതിർന്ന നേതാക്കളും ജി സുധാകരന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് പിന്തുണയുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ളതൊരു പ്രതിപക്ഷ നിർമ്മിതിയാണോ? അല്ല, വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് CPM ആണ് എന്നല്ലല്ലോ നമ്മുടെ ചോദ്യം. വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് സൈബർ കൂട്ടങ്ങളാണ്. ആ സൈബർ കൂട്ടങ്ങളുടെ പിന്നിൽ ആരാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇന്നിപ്പോൾ ജി സുധാകരൻ എന്ന നേതാവ് ആരാണ്, അദ്ദേഹം കടന്നു വന്ന വഴികൾ എന്താണ് എന്നറിയാത്തവരാണോ ഈ സൈബർ കൂട്ടം എന്ന സംശയം സ്വാഭാവികമായിട്ടും വരും. കാരണം അവർ പാർട്ടി ആരോ ചുമതലപ്പെടുത്തിയ ഒരു സംഘമാണ് എന്ന രൂപത്തിലാണ് അവർ പ്രതികരിക്കാറ്. അപ്പോൾ ജി സുധാകരൻ ആലപ്പുഴയിലെ ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം കടന്നു വന്ന വഴികൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ആക്രമിക്കുന്ന പോലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ രക്തസാക്ഷിയായതാണ്, കോൺഗ്രസിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദരൻ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു രക്തസാക്ഷിയുള്ള കുടുംബത്തിൽ നിന്നും എന്തിനാണ് KPCC സംഘടിപ്പിച്ച പരിപാടിയിൽ പോയത് എന്നാണല്ലോ ഈ സൈബർ ആക്രമണത്തിന് ആധാരമായ വിഷയം. ആ പരിപാടി കോൺഗ്രസ് നടത്തിയ ഒരു പരിപാടിയാണെങ്കിലും ഒരു രാഷ്ട്രീയ പരിപാടിയല്ല. ആ പരിപാടിയുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. അത് ശ്രീനാരായണ ഗുരുവും ഗാന്ധിയും വന്ന സമാഗമം, ആ സമാഗമത്തിൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. അതിൽ CPയിൽ നിന്ന് C ദിവാകരനും പങ്കെടുത്തിട്ടുണ്ട്. ആ പരിപാടിയിൽ ജി സുധാകരൻ പോയ ഘട്ടത്തിലാണ് ഈ സൈബർ കൂട്ടങ്ങളുടെ പ്രതികരണം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് പോകാൻ നാണമില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളും അതിലുള്ള വിമർശനങ്ങളും ഒക്കെ വരുന്നു. ജി സുധാകരൻ എന്ന നേതാവിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം അറിയാത്തവരാണോ എന്ന സംശയം നമ്മൾക്ക് വരുന്നു. അദ്ദേഹം കടന്നു വന്ന വഴികൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട നേതാവാണ്. VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ എന്ന രണ്ട് നേതാക്കളുടെ നേതൃത്വത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരു തുടക്കകാലത്ത് VSനൊപ്പം നിന്ന ശക്തനായ നേതാവാണ്. പിന്നീട് പിണറായി പക്ഷത്തോടൊപ്പം അതിശക്തമായി നിൽക്കുകയും ആലപ്പുഴ കമ്മിറ്റി തന്നെ പിണറായിക്കൊപ്പം പോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത നേതാവാണ്. അതാണ് അതിൻ്റെ അവസാനമായി നിൽക്കുന്ന ഘട്ടം അതാണ്. പിന്നീട് അദ്ദേഹത്തെ ഈ പ്രായത്തിൻ്റെ പേരിൽ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്ന ശേഷമുള്ള ഘട്ടങ്ങളാണ്. അദ്ദേഹം പലപ്പോഴും വിമർശനങ്ങൾ വേറെ രൂപത്തിൽ, കവിതയുടെ രൂപത്തിൽ, അദ്ദേഹത്തിന് പറയാനുള്ളത് കലാകൗമുദിയിലെ കവിതയായിട്ടാണ് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കവിത കുന്തവും കുടച്ചക്രവും. ആ കുന്തവും കുടച്ചക്രം പ്രയോഗം ആരാണ് നടത്തിയെന്ന് നമുക്കറിയാം, മന്ത്രി സജി ചെറിയാനാണ്. ആ പ്രയോഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്ന ഘട്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ കുന്തവും കുടച്ചക്രവും എന്ന പ്രയോഗം പറയുമ്പോൾ ആലപ്പുഴയിൽ നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന വിഭാഗീയത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന നേതാക്കളായിട്ടാണ് ജി സുധാകരനും സജി ചെറിയാനും നിൽക്കുന്നത്. ഒരു ഘട്ടത്തിൽ അവർ ഒരുമിച്ചായിരുന്നു താനും. അപ്പോൾ ആ കവിത വരുമ്പോൾ ആ കവിത വിമർശിക്കുന്നത് SFI നേതൃത്വത്തെയാണ്. ഇപ്പോൾ ആ SFI ഇപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, SFI എന്ന വാക്കുപയോഗിക്കുന്നില്ലെങ്കിലും ആ സംഘടനയുടെ മുദ്രാവാക്യത്തിൽ നിന്ന് അവർ എത്ര പിന്നാക്കം പോയിരിക്കാൻ, ആ മുദ്രാവാക്യം വായിക്കാൻ പോലും കഴിയുമോ എന്ന അർത്ഥം വരുന്ന വരികളാണ് ആ കവിതയിലുള്ളത്. അതിനു മുമ്പായാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒറ്റപ്പെട്ട് മാറി നിൽക്കപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കവിതയായി പറഞ്ഞിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ജി സുധാകരൻ നടത്തുന്ന ഈ തരം വിമർശനങ്ങളോട് ജി സുധാകരനെ അങ്ങനെ നേരിട്ട് ആക്രമിക്കുന്ന രീതി അല്ലെങ്കിൽ ശക്തമായ മറുപടി പറയുന്ന രീതി CPM നേതൃത്വം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. കാരണം ജി സുധാകരൻ എന്ന നേതാവ് എത്രത്തോളം പ്രധാനപ്പെട്ട നേതാവാണെന്നും അദ്ദേഹം പാർട്ടിയെ ആക്രമിക്കുന്ന ഒരു വിമർശനം നടത്തില്ല എന്ന ബോധ്യവും പാർട്ടിക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിനൊപ്പം തന്നെ ആ പാർട്ടി നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി അങ്ങനെ സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറയുന്നു. പിന്നെ അതിശക്തമായി, അതായത് ഈ സൈബർ ആക്രമണത്തിൻ്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം തിരിച്ചും പറയുന്നുണ്ട്, രാഷ്ട്രീയ പിതൃശൂന്യതയാണ് ഈ കാണിക്കുന്നതെന്ന് പറയുന്നു. അത് അമ്പലപ്പുഴയ്ക്ക് ചുറ്റുമുള്ള 10-15 പേർ നടത്തുന്ന പരിപാടിയാണെന്ന് പറയുന്നു. CPMന് സൈബർ പോരാളി ഗ്രൂപ്പില്ല എന്ന് പറയുന്നു. കള്ളപ്പേരിൽ പാർട്ടി വിരുദ്ധരാണ് ഈ പ്രവർത്തനം നടത്തുന്നതെന്ന് പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ എൻ്റെ നാവിൽ നിന്ന് ഒന്നും വരില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. മരിക്കുന്നവരെ താൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, അതായത് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു എന്നായിരുന്നല്ലോ ഈ സൈബർ കൂട്ടം പരിഹസിച്ചിരുന്നത്. ഞാൻ മരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നു. ഗാന്ധിയെക്കുറിച്ചാണ് ഞാൻ അവിടെ പ്രസംഗിച്ചതെന്ന് പറയുന്നു. പിണറായി വിരുദ്ധനാക്കാനുള്ള ശ്രമം എന്ന് പറയുന്നു. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം നടത്തിയ
മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് കെ.വി. തോമസുമായി ബന്ധപ്പെട്ടാണ്. കെ.വി. തോമസ് എന്ത് ദൗത്യവുമായിട്ടാണ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നത്? അദ്ദേഹത്തിന് എന്താണ് 30 ലക്ഷം കൊടുക്കുന്നതെന്ന് പറയുന്നു. പിന്നീട് തനിക്ക് 30 ലക്ഷമില്ല എന്ന് കെ.വി. തോമസ് തന്നെ മറുപടി പറയുന്നതൊക്കെ കാണുന്നുണ്ട്. അവിടെയൊന്നും എവിടെയും പാർട്ടി പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇതിലും ഇപ്പോൾ ജില്ലാ നേതൃത്വം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജില്ലാ നേതൃത്വം അദ്ദേഹത്തിനൊപ്പം നിൽക്കുമെന്നല്ല, സമ്മേളനത്തിന് പോലും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പിണറായി വിജയൻ ഇടപെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജി സുധാകരൻ എന്ന നേതാവ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മറുപടിക്ക് ശേഷവും അദ്ദേഹത്തിനെതിരായ സൈബർ ആക്രമണം തുടരുന്നുണ്ട്. സൈബർ ഇടത്തിൽ പ്രവർത്തിക്കുന്നവരും സഖാക്കൾ തന്നെയാണ് മിസ്റ്റർ സുധാകരൻ എന്നു മതി. അത് എന്ത് കാരണം കൊണ്ടെന്നാൽ സ്വന്തം അനിയനെ സഖാവ് ഭുവനചന്ദ്രനെ തലയടിച്ചു കൊന്നവരുടെ തിണ്ണ നിരങ്ങാൻ പോയത് കൊണ്ട് തന്നെയാണ്. നല്ല ഭാഷയാണോ? താങ്കൾ MLA-യും മന്ത്രിയുമാക്കിയത് ഈ പാർട്ടിയാണ്. വെറുതെ അങ്ങ് ആയതല്ല. ഈ പറയുന്ന പാർട്ടി അണികൾ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് തന്നെയാണ് താങ്കൾ ഇതൊക്കെ ആയതും. താങ്കൾ വെറും ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന് താങ്കൾ വിശേഷിപ്പിച്ച ഓമനക്കുട്ടൻ സഖാവ് കെഞ്ചി അപേക്ഷിച്ച് ക്യാമ്പ് സന്ദർശിക്കാൻ പോലും തയ്യാറായില്ല. പക്ഷേ KPCC വിളിച്ചു ചേർത്ത ചടങ്ങിൽ പങ്കെടുക്കാൻ താങ്കൾക്ക് ഒരു ഉളുപ്പും ഉണ്ടായില്ല. മിസ്റ്റർ സുധാകര, ഇപ്പോഴും ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനം വയ്ക്കാതെ പാർട്ടി നെഞ്ചോട് ചേർക്കുന്ന ജീവൻ കൂടെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരുപാട് സഖാക്കൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് സഖാക്കളൊന്നും പറയുന്നതൊന്നും അല്ല. ഇതൊക്കെ മുഖമില്ലാത്ത ഒരു കൂട്ടരാണ് ഈ സൈബർ രംഗത്ത്. ഇതിപ്പോൾ ജി സുധാകരനെതിരെ മാത്രമല്ല, സാധാരണ ആളുകൾക്കെതിരെയും, അതായത് രാഷ്ട്രീയ വിമർശനം നടത്തുമ്പോൾ ആ രാഷ്ട്രീയ വിമർശനത്തിന് രാഷ്ട്രീയമായി മറുപടി നൽകുക, അല്ലെങ്കിൽ രാഷ്ട്രീയ സംവാദം നടത്തുക എന്ന കുറച്ചുകൂടി ആരോഗ്യകരമായ രീതിയിലുള്ള ചർച്ചയിലേക്ക് ഒരിക്കലും പോകാതിരിക്കുകയും പറയുന്ന ആളെ, പ്രതികരിക്കുന്ന ആളെ, എതിരഭിപ്രായമുള്ള ആളെ അങ്ങ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഈ സൈബർ കൂട്ടങ്ങൾ ചെയ്യുന്നത്. അതിപ്പോൾ അതിൽ രാഷ്ട്രീയ നേതാക്കൾ വരാം, മാധ്യമപ്രവർത്തകർ വരാം, ഒന്നുമല്ലാതെ സൈബർ ഇടത്തിൽ നന്നായി പ്രതികരിക്കുന്നവരായാലും മതി, ഈ രീതിയിലുള്ള മറുപടി കിട്ടും. ഇനി യഥാർത്ഥത്തിൽ ഈ അദ്ദേഹം വിമർശിക്കപ്പെടേണ്ട വിഷയങ്ങൾ അദ്ദേഹം ആ പ്രസംഗത്തിൽ നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ലാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രീതിയില്ലാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം അവിടെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ബ്രാഹ്മണർ ദരിദ്രരാണ്, എല്ലാ ബ്രാഹ്മണരും ദരിദ്രരാണെന്നാണ് അതിൻ്റെ അർത്ഥം. കായിക അധ്വാനമുള്ള ജോലികൾ അവർക്ക് സാധിക്കില്ല, അത് ജനിതകപരമായ പ്രശ്നങ്ങളാണ് എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു സംവാദത്തിന് തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനോട് വിമർശിച്ചുകൊണ്ടൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊന്നുമല്ല വിഷയം ആ പരിപാടിയിൽ പോയതെന്ന് മാത്രമാണ്. അപ്പോൾ ഈ തരത്തിലുള്ളതാണ് സൈബർ ലോകത്തെ ആക്രമണങ്ങളും പ്രതികരണങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വളഞ്ഞിട്ട് ആക്രമിക്കൽ തന്നെയാണ്. അപ്പോൾ KPCC നടത്തിയ പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അതിൽ പ്രതികരിക്കുന്നത്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്നു വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശൈലി ശരിയല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. Meet the editors.